വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വെറും 3 ചേരുവകൾ കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹൽവയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. 6 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ഒട്ടും കുറഞ്ഞു പോകരുത്. ഇനി ഈ കോൺഫ്ലോർ മിക്സ് നല്ല ചൂട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒഴിക്കുക. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യുടെ അളവ് കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, 3 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നന്നായിട്ട് കൈവിടാതെ ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം മാത്രമേ ഇതുണ്ടാക്കാൻ വേണ്ടി പാടുള്ളൂ. ഫ്ലെയിം കൂടിപ്പോയാൽ പെട്ടെന്ന് കട്ടയായി പോവും. ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ റെഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഒരു 3-4 ഡ്രോപ്പ് മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഏലക്കായ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ റെഡി ആയിട്ടില്ല. കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സ്പൂണിനകത്തു നിന്നൊക്കെ വിട്ട് ഇതുപോലെ ഇളകി വരുന്ന ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഈ ഹൽവ മിക്സ് മാറ്റി കൊടുക്കാം. അതേ പാത്രത്തിൽ തന്നെ വെച്ചിരുന്ന് സെറ്റായി പോവും. നന്നായിട്ട് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ആ പാത്രത്തിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നത് വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 1/4 മണിക്കൂർ വരെ ഇതുപോലെ വെച്ചിരിക്കുക. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതിയാവും. അതിനുശേഷം ഇതുപോലൊരു പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇളകി പ്ലേറ്റിലേക്ക് വീണോളും. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റാണ്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്ന സമയം മുതൽ 20 മിനിറ്റ് സമയം മാത്രമേ ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഹൽവ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹൽവയുടെ അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവരൊക്കെ ഈ ഹൽവ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം സാൻവീസ് ടേസ്റ്റ് വേൾഡ്.